കൂട്ടുകാരെ, ഞങ്ങൾ 3 നൈറ്റിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് കാലത്ത് ഹാർബറിൽ വന്ന് ചരക്ക് കൊടുത്തു. ഇത് ക്ലാത്തിയാണ്, ഉടുപ്പൂരി എന്ന് ഇവിടെ കൊല്ലത്ത് പറയാറുണ്ട്, മിക്ക നാട്ടിലത് പറയും. ഇത് കണ്ണാടിപ്പാര, പേര് പോലെ തന്നെ ആൾ നല്ല ഷൈനിങ് ആണ്. അത് കണക്ക് തന്നെ ഒരെണ്ണം വെട്ടി കണ്ടിച്ചാൽ ഒരു വീട്ടിലെ ശരാശരി 4 പേർക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. ബോട്ട് കടയിൽ മൊത്തം 4 ബോട്ടുണ്ട്. 4ാമതാണ് ഇപ്പോൾ നമ്മുടെ ബോട്ട് വന്ന് കെട്ടിയേക്കണം. ഇത് ഈ കാണുന്നതാണ് എൻ്റെ നാട് കുരീപ്പുഴ. ചെറിയൊരു ഔട്ട്ലുക്ക് കാണിച്ചു തരാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു ഐസ് പ്ലാന്റും അവിടുത്തുള്ള ബോട്ടുകളുമാണത്. ഇതേതാണ് കുരീപ്പുഴ പാലം. ഇപ്പോൾ ബോട്ട് കെട്ടിയേക്കുന്നത് അരവിളയാണ്. ഞങ്ങളുടെ സ്രാങ്കാണിത്. അങ്ങനെ സ്റ്റോറിൽ നിന്ന് എടുത്ത മീൻ തട്ടിയിട്ടുണ്ട്. നമ്മളൊരു ഓരത്തിട്ടാണ് ഈ സൈഡിൽ വെച്ചിട്ടാണ് മീൻ പങ്ക് വയ്ക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ മീനിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു വാട ഉണ്ടാവുമല്ലോ, ഈ ഐസിൽ നിന്ന് എടുത്ത് ഇവിടെ തട്ടിയതിൻ്റെ. അപ്പോൾ നമുക്ക് ഒരു 2-3 തൊട്ടി വെള്ളം കായലിൽ നിന്ന് കോരി ഒഴിച്ചാൽ ആ വാട അങ്ങ് മാറും. ഇപ്പം ബോട്ട് ക്ലീനായി തന്നെ കിടക്കും. പിന്നെ ലോഷൻ എല്ലാവരും കുടയില്ല, ഞങ്ങളാരും ലോഷനൊന്നും കുടയില്ല സൈഡിൽ. പക്ഷെ മിക്കവരും സ്റ്റോറിനകത്ത് ലോഷൻ കുടയും. ഞങ്ങളും സ്റ്റോറിൽ ലോഷൻ കുടയും. ചിലവർ സൈഡിലും എല്ലാം നന്നായിട്ട് തന്നെ ലോഷനൊക്കെ കൊടുത്തിട്ടേ പോകാറുള്ളൂ. പിന്നെ എല്ലാവരും പണിയും കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് എല്ലാം ഒതുക്കി വീട്ടിലെത്താനേ നോക്കുകയുള്ളൂ. ഇതിപ്പം സ്പെഷ്യലായിട്ടുള്ള മീനുകൾ സൈഡിൽ മാറ്റിയിട്ടുണ്ട്. അതിഷ്ടമുള്ള ആരെങ്കിലും ഒരാൾ എടുക്കും. പിന്നെ എല്ലാം മിക്സഡ് ആണ് കേട്ടോ, പല പല മീനുകളാണ്. അപ്പം കഴിഞ്ഞ ടൈമിലും ഞാൻ ഇട്ട വീഡിയോയിൽ ഇത് കണക്ക് തന്നെ ആയിരുന്നു. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യണമല്ല, കടലിൽ പണിക്കാരായ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് മീൻ പകുക്കണത്. ഇപ്പം എല്ലാം ഓരോരു വെച്ചതിന് ശേഷം ലാസ്റ്റ് ഇത് വെക്കണത് പൂല എന്ന് പറയും. നല്ല മുള്ളുള്ള മീനാണ്. ആ മീനിൻ്റെ മുള്ള് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് തേടിൻ്റെയും തെരണ്ടിയുടെയൊക്കെ മുള്ള് കൊള്ളുന്ന കണക്ക് തന്നെ നന്നായിട്ട് നീരും വേദനയൊക്കെ ഉണ്ടാകും. ഭയങ്കര അരപ്പാണ് കൈക്ക്. അപ്പം ഏകദേശം പങ്കുവെപ്പ് കംപ്ലീറ്റ് ആയി. മുതലാളിമാർ 2 പേരും 2 സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ എടുത്തു. പട്ടത്തി, അതായത് പടമാന്തൽ, പിന്നെ അത് കണക്ക് തന്നെ ഉലുവ മീനും വലുത് നോക്കി. അങ്ങനെ അവർക്കത് മതി എന്ന് പറഞ്ഞു. അപ്പം പണിക്കാർക്കുള്ളതിൽ നിന്ന് ഇട്ട് എടുക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജോലിക്കാർ 9 പേരുണ്ട്. അതിൽ ഒരു പുള്ളിക്കാരൻ്റെ മീൻ പുള്ളി നേരത്തെ തന്നെ എടുത്തു, ആൾ പോയി. അതുകൊണ്ട് ആ പങ്കിനകത്ത് കാണിക്കാൻ പറ്റിയില്ല. അപ്പം വളരെ കൂടുതൽ ഒന്നും ഇല്ല, ആവറേജാണ്. ഏകദേശം ഒരു 3 ദിവസം കറി വയ്ക്കുക. അതായത് ഒരു ടേൺ കടലിൽ നിന്ന് വരുന്ന ഒരു ബോട്ടിൽ പോകുന്ന ആളുടെ വീട്ടിൽ അടുത്ത ടേൺ അവർ വരുന്നവരെയുള്ള കറിക്കുള്ളത്. അതാണ് ഞങ്ങൾ എല്ലാവരും ഉദ്ദേശിച്ച് കൊണ്ടുപോകണം. പിന്നെ ഇത് മാത്രമല്ല, ഇപ്പം ആരായാലും വരുന്ന വഴി വെച്ച് കൂട്ടുകാർ കാണും, അല്ലെങ്കിൽ ബന്ധുക്കൾ കാണും, അയൽവക്കക്കാരൊക്കെ കാണും. എനിക്ക് 2 എണ്ണം തരുന്നില്ലേ, അല്ലെങ്കിൽ എനിക്കൂടെ ഒരു കറിക്ക് മീൻ തരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ചിലപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ് കൊടുക്കും. അപ്പം ഞങ്ങൾ ഇത് കണക്കൊക്കെ തന്നെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. അത് ചിലപ്പം നമ്മുടെ കുടുംബത്തുള്ളവരാവാം, കൂട്ടുകാരാവാം. അങ്ങനെ ആർക്കും പിശുക്കൊന്നുമില്ല, എല്ലാവരും ഇത് കണക്കൊക്കെ തന്നെയാണ്. ഈ വീഡിയോ കേൾക്കുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഞാനീ പറഞ്ഞത് മനസ്സിലാവും. അങ്ങനെ മീനിൻ്റെ പങ്കുവെപ്പ് കഴിഞ്ഞുകൊണ്ട് അവരവർക്ക് ഇഷ്ടമുള്ളതാണ് അവരവർ കവറിനകത്ത് വാരിയെടുക്കുന്നത്. കാരണം ചില മീനിനകത്ത് ഇപ്പം ഒരു ബാച്ചിനകത്ത് ഒരു ബട്ടർ ഫിഷ്, അതായത് ഒരു പൊന്നാരി മീനുണ്ടാവും. അപ്പോൾ ആ പൊന്നാരി മീനുള്ള പങ്ക് എനിക്കാന്ന് പറയും. കാരണം പുള്ളിക്ക് ആ ഒരു മീൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. ചിലതിന് ഒറ്റ ആവല് മാത്രമേ ഉണ്ടാവും. അപ്പോൾ അത് വേറൊരാൾ പറയും ഇത് എനിക്ക് മതി. ഇതാ ഇപ്പം 2 എണ്ണം മാറ്റി വെച്ചിരുന്നു. ഇത് ആ ബോട്ടിൻ്റെ ഓണറാണ്, പുള്ളിക്കാരൻ അത് എടുത്തുകൊണ്ട് പോയി. അതാണ്ട് ഓരോരുത്തർ ഓരോന്ന് ഇപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇത് കിളിമീൻ, മറ്റ് മീനുകൾ, അതെല്ലാം അവരവർക്ക് ഇഷ്ടമുള്ള അവരവരെടുക്കണം. അതിനിപ്പം എന്താ പറയണ്ട, നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏത് മീനാണോ കൂടുതലായിട്ട് തോന്നിയത് അങ്ങനെ എടുക്കാം. ചില മീൻ അതിനകത്ത് വെറൈറ്റി ആയിട്ടുണ്ടെന്ന് തോന്നും, അതും എടുക്കാം. അപ്പം ഞങ്ങളുടെ പണി കംപ്ലീറ്റായി. ഇനി എത്രയും പെട്ടെന്ന് എല്ലാവരും വീട്ടിലെത്തുക. ഷെയറും ബാറ്റയൊക്കെ ഓൾറെഡി വീതിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ആ കാര്യം കഴിഞ്ഞു. ഇനി എല്ലാവരുടെയും ആഗ്രഹം വീട്ടിൽ ചെല്ലുക, നന്നായിട്ട് തേച്ച് നനച്ച് സുരാജ് ഞറമുടി ഏട്ടൻ പറയണ പോലെ അടിച്ച് നനച്ച് കുളിക്കുക. ദേഹത്ത് അഴുക്ക് ചെളിയെല്ലാം ഉണ്ട്. അത് ബോട്ടിൽ വെച്ച് കുളിച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു മനസ്സംതൃപ്തി വരത്തില്ല. വീട്ടിൽ തന്നെ എണ്ണയൊക്കെ തേച്ച് കുളിച്ചാലേ നടക്കുകയുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ. ഞങ്ങളും വീട്ടിൽ പോകണം കേട്ടോ. ബൈ ബൈ.